ശബരിമലയിൽ പോകുന്ന ദർശനം, യോഗപട്ടാസനസ്ഥനായി ഇരിക്കുന്ന ധർമ്മശാസ്താവിന്റെ വിഗ്രഹം എന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയണേ എന്നല്ല ദർശനം. ആ ദർശനത്തിന് അതുക്കും മേലെ ഒരു ദർശനം. ആ ദർശനം എന്താ? ആ ദർശനം ജയചന്ദ്രൻ വീണ്ടും എന്റെ നാവിൽ വരിക. സ്വാമി ശരണം ശരണമെന്തയ്യപ്പ, സ്വാമിയല്ലാതൊരു ശരണമില്ലയ്യപ്പ, ഹരിഹരസുതനെ ശരണം പൊന്നയ്യപ്പ, അവിടുന്നല്ലാതൊരു ശരണമില്ലയ്യപ്പ. മലയാള അയ്യപ്പ പാട്ടുകളിൽ ക്ലാസിക് പാട്ടാണ്. അടുത്ത വരി, ഹരിശ്രീതൻ മുത്തുകൾ വിരൽ പൂവിൽ വിടർത്തിയ ഗുരുവിന്റെ ശ്രീപദങ്ങൾ വണങ്ങി, ശിരസിൽ ഇരുമുടി കെട്ടുകളും താങ്ങി, 18ാം പടി കേറി ഭഗവാനെ തൊഴുന്നതിന് മുമ്പ്, ഭഗവാനെ തൊഴുന്നതിന് മുമ്പ് ഒരു ദർശനമുണ്ട്. ആ ദർശനം എന്താ? ശാന്താഗ്യോപനിഷത്തിൽ ഉദ്ദാലകാരുണി ശ്വേതകേതു സംവാദത്തിൽ ഉയർന്നു വന്നൊരു ദർശനമുണ്ട്. മഹാപണ്ഡിതനായ ഉദ്ദാലകാരുണി തന്റെ പുത്രനും ശിഷ്യനുമായ ശ്വേതകേതുവിനെ തനിക്കറിയുന്നത് പഠിപ്പിച്ചു. എന്നാ ഇത് പോരാ, നീ ഈ സ്വാമിമാർ പറയുന്ന കേട്ടാ മാത്രം പോരാ മോനെ, ഈ ലോകകാര്യങ്ങൾ പഠിക്കണം. അതുകൊണ്ട് പാഞ്ചാല രാജാവായ പ്രവാഹട കൈവല്യന്റെ അടുത്ത് അയച്ചു. പ്രവാഹട കൈവല്യന്റെ അടുത്ത് പഠിക്കാൻ പോയി. അത് പഠിച്ച് മനസ്സിലാക്കി തിരിച്ചെത്തിയ ശ്വേതകേതു അച്ഛൻ ഉത്തരമല്ല പറഞ്ഞു കൊടുത്തത്, പുതിയ ചോദ്യങ്ങളാണ് ഉണ്ടാക്കിയത്. ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന കുട്ടികളില്ലാത്തതാണ് നമ്മുടെ നാടിന്റെ ശാപം. നിങ്ങൾ അറിയണം, നമ്മുടെ മഹാഭാരതം ചോദ്യോത്തര, ജനമേജയ ഉവാച, വൈശമ്പായന ഉവാച, അധ്യാത്മരാമായണം, ഉമാമഹേശ്വര സംവാദ. പാർവതി ചോദിക്കുന്നു, ശിവൻ ഉത്തരം പറയുന്നു. ഭഗവത്ഗീത ചോദ്യോത്തരമാണ്. അർജുനൻ ചോദിക്കുന്നു, കൃഷ്ണൻ ഉത്തരം പറയുന്നു. ഭാഗവതം ചോദ്യോത്തരമാണ്. ചോദ്യോത്തരങ്ങളിലൂടെയാണ്, ചോദ്യമുണ്ടെങ്കിലേ ഉത്തരമുള്ളൂ. നമ്മുടെ കുട്ടികൾ ഇപ്പൊ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയല്ലേ? അവർ ചെയ്യുന്ന ഒരു വിഡിത്തം, ചോദ്യം വായിക്കും, ഉത്തരം പഠിക്കും. തെറ്റാണ്. നിങ്ങൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം, ചോദ്യം വായിച്ച് ഉത്തരം പഠിക്കുന്ന ശൈലി തിരുത്തണം. അവർ പഠിക്കേണ്ടത് ചോദ്യമാണ്. ചോദ്യം പഠിക്കുമ്പോഴാണ് ആ കുട്ടിയുടെ ഉള്ളിൽ ഉത്തരമില്ലെന്ന ശൂന്യതയുണ്ടാകും. ആ ശൂന്യതയിലാണ് ഉത്തരം വന്ന് നിറയുക. ഇത് ചോദ്യം വായിച്ച് ഉള്ളിൽ ശൂന്യതയില്ലാതെ ഉത്തരം പഠിച്ചാൽ കമിഴ്ത്തി വെച്ച പാത്രത്തിൽ ഒഴിച്ച വെള്ളം പോലെയാണ്.